ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഒരു തനി നാടൻ ഊണെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരെണ്ണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പൊട്ടറ്റോ എടുത്ത് അതിനൊന്ന് കട്ട് ചെയ്ത് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും സവാളയെല്ലാം കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും. പിന്നെ നമുക്ക് ഒന്ന് എണ്ണയ്ക്കകത്തിലിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാവുമേ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം അതിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മോരുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയുണ്ട്, ജീരകമുണ്ട്, ചുമന്നുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചുമന്ന മുളകും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധാരണ മോരുകറി ഇങ്ങനെ വെക്കുമ്പം അതിൻ്റെ അതിൽ പല സാധനങ്ങൾ ഇടാറുണ്ട്. തേങ്ങ അരച്ച മോരുകറിക്കകത്ത് ഞാനിപ്പോൾ പ്ലെയിൻ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചിട്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ആ കൊച്ചുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ. അരച്ചപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അരച്ച് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഇനി നമുക്ക് അതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള നമുക്ക് ആവശ്യമുള്ള തൈരും കൂടി എടുത്തിട്ട് ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ഒന്നടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് ആ അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളറ് വരും. ഇനി ഇത് നന്നായിട്ട് ഇവിടെ നിന്നൊന്ന് ചൂടാവട്ടെ. ഇത് തിളക്കരുത്, കാരണം തേങ്ങ ഉള്ളതുകൊണ്ട് തിളക്കരുത്. ജസ്റ്റ് അതിലൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണയൊന്നും ചൂടായി വരുമ്പോഴത്തേക്കിന് കടുകിട്ട് പൊട്ടിച്ച് അതിലോട്ട് വറ്റൽമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇതും കൂടെ നമ്മൾ ആ കറിയിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ തേങ്ങ അരച്ച നല്ല അടിപൊളി മോരിവിടെ സെറ്റായിട്ട് വരുവേ. ദേ നോക്കി എന്ത് നല്ല കളറാകുന്നുണ്ടോ. അപ്പോഴേ ദേ നല്ല റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ ഈ കടുക് വറുത്തും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ മോരുകറി റെഡിയായി. ഇനിയിപ്പോൾ ദേ ഇവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ മിക്സിക്കകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2-3 നെല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറി ലീവ്സും പിന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയും കൂടെ വെക്കാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണക്കമീനും കൂടെ വറക്കുന്നുണ്ട്. അപ്പം ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ കുറിച്ചിയാണ് എടുത്തിരിക്കുന്നത്. കുറിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് പറയണേ. ഇതിലോട്ട് ഞാൻ ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ എടുത്ത് വറക്കുന്നത്. അന്ന് നമ്മൾ ലുലുവിൽ പോയില്ലേ, അന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ദേ നല്ല അടിപൊളി ഉണക്കമീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ദേ ചോറിട്ട് നല്ല ചൂട് ചോറാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ കട്ടിയുള്ള ആ മോരുകറിയില്ലേ, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ സൈഡിൽ കുറച്ച് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഉണക്കമീനും കൂടെ വെക്കാം. അപ്പം നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.